പ്രശാന്തേട്ടാ, ഈ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ജ്യോത്സ്യന്മാരൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജാതകം അന്വേഷിക്കുകയും അത് ഉണ്ടാക്കി ഒക്കെ പോവുകയും ചെയ്യുന്ന തിരക്കിലാണ്. മറ്റൊരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ ഇന്ത്യയിലുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ പ്രതിപക്ഷ നിരയിൽ നിൽക്കുന്ന ഒരാളുണ്ട്. എന്തുകൊണ്ടാണ് ഇവരാരും രാഹുൽ ഗാന്ധിയുടെ ജാതകം ഇതാണ് രാഹുൽ ഗാന്ധിയുടെ ജാതകം എന്ന് പറയാത്തത്? എൻ്റെ പൊന്നെ ജോണേ, നേരത്തെ ഈ റൊണാൾഡോ എന്ന് പറയുന്ന ഒരു ഫുട്ബോളർ ഉണ്ടായിരുന്നു. ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിന് ഈ കൊക്കക്കോള കമ്പനിക്കാരനോട് ഒരു വെറുപ്പ് വന്നു. വെറുപ്പല്ല, കൊക്കക്കോള പുള്ളിക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇഷ്ടമല്ല. കൊക്കക്കോള കമ്പനിക്കാരൻ അവരുടെ പരസ്യത്തിന് വേണ്ടി ഈ കൊക്കക്കോള അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചിരുന്നു. അപ്പം ഈ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹം ഈ കൊക്കക്കോള ഇങ്ങോട്ട് മാറ്റി വെച്ചു. അന്ന് കൊക്കക്കോള കമ്പനിയുടെ ഷെയർ ഇടിഞ്ഞത് ഏതാണ്ട് $5 മില്യൺ. റൊണാൾഡോ മാറ്റി വെച്ചപ്പോൾ കൊക്കക്കോളയെ ഷെയർ ഇടിഞ്ഞത് അത്രയാണ്. എന്ന് പറഞ്ഞാൽ മോദി ഒരു വലിയ ബ്രാൻഡായിരുന്നു ലോകത്തിന്റെ മുമ്പിൽ. അതാണ് നിങ്ങൾക്ക് മാലിദ്വീപിൽ മനസ്സിലായത്. മാലിദ്വീപിനുമായിട്ട് നമുക്കെതിരെ ഒരു പ്രസ്താവന കൊണ്ടുവന്നപ്പോൾ, ടൂറിസം കൊണ്ട് ജീവിക്കുന്ന രാജ്യമാണ് മാലിദ്വീപ്. നമ്മൾ ലക്ഷദ്വീപിൽ മോദി ഇറങ്ങി കടൽ തീരത്തോടെ ഒന്ന് നടന്ന് ഒരു കസേരയിട്ടിരുന്നപ്പോൾ മാലിദ്വീപിന്റെ മൊത്തം ടൂറിസ്റ്റ് സംവിധാനം നശിച്ച് ഇപ്പൊ പട്ടിണി കിടക്കുക. ഇപ്പൊ എത്ര വലിയ ഒരു ബ്രാൻഡാണെന്നറിയോ? ഈ ജാതകം കുറിക്കുന്നവന്റെ ഉദ്ദേശം അതാ. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ജ്യോത്സ്യന്റെ ഉദ്ദേശം ഏതാ? ഒരു ജ്യോത്സ്യനും ഉണ്ടാക്കിക്കൊടുത്ത ഒരു അഖണ്ഡ സാമ്രാജ്യ യോഗവും അല്ല മോദിക്കുള്ളത്. മോദി വളരെ ചെറുപ്പത്തിലേ ഇറങ്ങി ഓരോ ദിവസവും ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് വളർന്നു വന്ന ഒരു നേതാവാണ്. കാരണം അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട്, സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട്, പ്രവൃത്തിയാണ് ഫലം ചെയ്യുന്നത്. നീ എന്താകണമോ ആഗ്രഹിക്കുന്നോ അതായിത്തീരും. രാവിലെ എണീറ്റിരുന്ന് ആഗ്രഹിച്ചിട്ട് അങ്ങ് പോയാൽ പോരാ, അതിന്റെ പുറകിൽ പ്രയത്നിക്കണം. അപ്പോൾ പ്രയത്നിക്കണം. ഈ ജ്യോത്സ്യം എന്ന് പറയുന്ന സംഭവവികാസത്തിലൊന്നും വളരെ വലിയ വിശ്വാസത്തിലൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. എനിക്ക് എന്റെ പ്രവൃത്തിയിലാണ് വിശ്വാസം. ഞാൻ വലിയ വീട്ടുകാർ ജാതകം അഴിച്ച ജാതകത്തിനകത്ത് ഞാനിപ്പം സർക്കാർ ജോലി കിട്ടിയിരിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം തന്നെ ജാതകം തെറ്റിയല്ലോ. അല്ല, ഹിന്ദുക്കളുടെയൊക്കെ അല്ലെങ്കിൽ മിക്കവാറും ഉള്ള ഹിന്ദുക്കളുടെ അല്ല, മുസ്ലിങ്ങളുടെ അല്ല, ക്രിസ്ത്യാനികളുടെയൊക്കെ നമുക്ക് അറിയാവുന്നവരൊക്കെ മിക്കവാറും എല്ലാ കാര്യവും തുടങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും ജ്യോത്സ്യന് കൊണ്ട് പൈസ കൊടുക്കുകയോ അല്ലെങ്കിൽ സമയം കുറിപ്പിക്കുകയോ ഒക്കെ ചെയ്യും. പറഞ്ഞ മനസ്സിലായി? അപ്പൊ ഇതിനകത്തൊന്നും വലിയ കാര്യമുണ്ട് ഇല്ല എന്നാണ് പണ്ടുതൊട്ടേ ഉള്ള സന്യാസി ശ്രേഷ്ഠന്മാരൊക്കെ പറയുന്നത്. നമുക്ക് അറിയാവുന്ന സന്യാസി സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ജ്യോത്സ്യം നോക്കുന്നതിനെ ഓടിച്ചിട്ട് അടിക്കണം. ഈ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത് ഉള്ള ഗുരുദേവനാണല്ലോ, 150 കൊല്ലം കണ്ടേ ഉള്ളൂ പുള്ളിയെ സമാധി. പുള്ളിയും പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും വിശ്വസിക്കേണ്ട കാര്യമല്ല. അപ്പോൾ ഇദ്ദേഹം ഈ നരേന്ദ്രമോദിയുടെ ജാതകം കൊണ്ട് വരുന്നത്, നരേന്ദ്രമോദിയുടെ ജാതകം എന്തോ നരേന്ദ്രമോദി കൃത്യമായിട്ട് അറിയാം. അത് ഈ ജോൺ അദ്ദേഹത്തെ പറ്റി പഠിച്ചാൽ മതി. അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കിയപ്പോഴിന് ശേഷം ഓരോ സമയത്തും അദ്ദേഹത്തിന്റെ ജാതകം അദ്ദേഹം തന്നെ കുറിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം അതിനുവേണ്ടിയാണ്. അപ്പോൾ അതിനകത്തൊരു ജാതകം പറയും, നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, ഒരു കാര്യം ചെയ്തതിന് എൻ്റെ റിസൾട്ട് ഏകദേശം ജൂൺ അറിയാൻ പറ്റും. അപ്പം ഈ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴും അതിന്റെ റിസൾട്ട് അദ്ദേഹത്തിന് അറിയാം. ഈ ഇലക്ഷൻ നേരിടുമ്പോഴും അതിന്റെ പ്രവർത്തനം കൊണ്ട് അതിന്റെ റിസൾട്ട് അദ്ദേഹത്തിന് അറിയാം. കാരണം അദ്ദേഹത്തിന് ആഴത്തിൽ ഇറങ്ങിയാണല്ലോ പ്രവർത്തിക്കുന്നത്. പ്രവർത്തനം കൃത്യമാണല്ലോ, അല്ലെങ്കിൽ വേറെ ആരും അല്ലല്ലോ പുള്ളിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ ജ്യോത്സ്യം എന്ന് പറയുന്ന ആള് ഇദ്ദേഹത്തിന്റെ ഒരു ജാതകം കുറിച്ചാൽ അതുകൊണ്ട് അദ്ദേഹത്തിന് ഗുണമുണ്ടാവും. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. ഈ ജാതകം ശരിയോ തെറ്റോ എന്നുള്ള കാര്യം ഇദ്ദേഹത്തിന്റെ ആകുമ്പോൾ ശരിയാവും. 350 സീറ്റ് കിട്ടും. അപ്പൊ 350 കിട്ടിയാലും കുഴപ്പമില്ല. 350 ശകലം കുറഞ്ഞാൽ പറയും അതിനകത്ത് ചൊവ്വ കയറി ഓടിയെന്ന് പറയും, അല്ലെങ്കിൽ ബുധൻ കയറി ചാടിയെന്ന് പറയും. ഈ ഇവരുടെ ഏതൊക്കെ ഉണ്ടല്ലേ, പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ 350 മേപ്പോട്ട് കിട്ടിയെങ്കിൽ പറയും അത് നമ്മൾ പറഞ്ഞത് ആ യോഗത്തിലേക്ക് പുള്ളി കുറച്ചുകൂടെ അടുത്തു. സൂര്യൻ പുള്ളിയെ ഒന്നുകൂടെ നോക്കി. മനസ്സിലായില്ലേ? അത് പുള്ളിയുടെ പണിയുണ്ട. അപ്പൊ ഈ രാഹുലിന്റെ ജാതകം അവർക്ക് എഴുതാൻ പറ്റത്തില്ല. കാരണം രാഹുലിന്റെ ജാതകത്തെ പറ്റി രാഹുലിന് തന്നെ വലിയ ഗ്രഹത്തിനെ പറ്റി വലിയ വിശ്വാസമൊന്നുമില്ല. പുള്ളിക്ക് അദ്ദേഹത്തിന് വിശ്വാസമുണ്ടോ വിശ്വാസം ഇല്ല എന്നുള്ളതല്ല, ഈ ജ്യോത്സ്യത്തിന് അറിയാം ഈ ജാതകം കുറിക്കാൻ പോയാൽ അവന്റെ പണി തീരുമെന്ന്. മനസ്സിലായി? അപ്പൊ നാളെ കാലത്ത് രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണി ഇത്ര സീറ്റ് മേടിക്കും, എന്തെങ്കിലും ഉറപ്പ് അവർക്കുണ്ടോ അല്ലെങ്കിൽ ഇവർക്കുണ്ടോ? മനസ്സിലായില്ലേ? മറ്റേ 300+ എന്നൊക്കെ പറയുമ്പോൾ ഇവരതിന് പുറകിൽ എന്തെങ്കിലും പറയണം. ഞങ്ങൾ
ഇത്രയും അധികാരത്തിൽ വരും എന്നൊക്കെ പറഞ്ഞു. അതിനകത്ത് അവർക്കൊരു ബോധ്യമില്ലെന്ന് പറഞ്ഞു. ഞാൻ ഉദാഹരണം പറഞ്ഞു എന്ന് പറഞ്ഞ പോലാണ് ഈ രാഹുലിന്റെ ജാതകം. അപ്പം ഈ ജാതകം ഇപ്പൊ തന്നെ ഈ കഴിഞ്ഞ ദിവസം കൊണ്ട് ഏതോ ഒരു ജോലിച്ചത്, അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ജാതകം മോദിയുടെ കാര്യത്തെ പറഞ്ഞതിന് ശേഷം പുള്ളി പറഞ്ഞു ഞാൻ 2014 പറഞ്ഞു, അത് 2019 പറഞ്ഞു, ഇനി അദ്ദേഹത്തിന് 5 കൊല്ലം കൂടെ ഉണ്ട്, അത് കഴിഞ്ഞ് പുള്ളി സന്യാസിയാണ്. അത് പുള്ളി സന്യാസിയായി ഇപ്പോഴും നാളെ കാലത്ത് ഈ പണിയൊക്കെ നിർത്തിയിട്ട് സന്യാസത്തിന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതെല്ലാം പറയുമ്പോൾ പുള്ളിയുടെ ഗ്രാഫം കൂടുക. നിങ്ങൾക്കറിയാം ഈ രേവണ്ണ എന്ന് പറയുന്നത് കർണാടകത്തിലെ ഇപ്പൊ ഈ വിഷയത്തിലൊക്കെ ഒരു നേതാവുണ്ടല്ലോ, ഈ സ്ത്രീപീഡനം അച്ഛനും മോനോട് പുള്ളി വലിയ നെറ്റിയിലെ ഒരു 16 കുറി കാണും. ജ്യോത്സ്യത്തിലൊക്കെ വലിയ എപ്പോഴും ദൈവത്തിന്റെ കൂടെ കിടന്നുറങ്ങുന്ന ആളാണ്. അപ്പൊ ഇദ്ദേഹത്തിന് ജ്യോത്സ്യം നോക്കിയപ്പോ ഇദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് സെക്രട്ടേറിയറ്റിൽ പോകുന്നതിന് 8 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം മന്ത്രിയായിരുന്ന സമയത്ത് ഇത് നിലനിന്ന് പോകുന്നതിന് വേണ്ടി ഏതാണ്ട് 300 കിലോമീറ്റർ കറങ്ങി 340 ദിവസം 170 രാവിലെ വൈകിട്ട് 108 വീട്ടിൽ പോയിട്ട് ആ റൂട്ടിൽ കൂടെ കറങ്ങി പോകണമെന്നൊരു ജ്യോത്സ്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിയമസഭയിൽ പോകുന്നത് 170 ഇങ്ങനെ കറങ്ങി 350 കിലോമീറ്റർ. അവസാനം ഈ രേവണ്ണ, അദ്ദേഹത്തിന്റെ പേര് രേവണ്ണ എന്നില്ല, അച്ഛന്റെ പേര് പ്രജ്വൽ രേവണ്ണ. അപ്പൊ ഈ രേവണ്ണ അകത്ത് പോയി ജ്യോത്സ്യം പറഞ്ഞു ഒന്നും നടന്നില്ല. രേവണ്ണ ചെയ്ത പ്രവൃത്തി മോശമായതുകൊണ്ട് പെണ്ണുകൊണ്ട് പരാതി കൊടുത്തു, അയാളകത്ത് പോയി. പ്രജ്വൽ രേവണ്ണ നാട് വിട്ടു, തിരിച്ചു വന്ന് എനിക്കൊന്ന് മുൻകൂർ ജാമ്യം കിട്ടിയെന്നാണ് എന്റെ അറിവ്. ശരിയാണെന്ന് എനിക്കറിയില്ല, വന്നിട്ടില്ല. അത് കുമാരസ്വാമി പറഞ്ഞിട്ടുണ്ട് മകനെ തിരിച്ചു വരൂ. അപ്പൊ ഈ സന്യാസിമാരും അല്ലെങ്കിൽ ഈ ജ്യോത്സ്യനും ഒക്കെ കൂടെ നിൽക്കുന്ന രേവണ്ണയെ രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു ഇപ്പൊ നിങ്ങൾ തിരക്കി നോക്കിയോ, ഈ മോദിയെ പറ്റി യാദവ് എഴുതി പ്രസിദ്ധീകരിച്ച് ഇയാളുടെ രാശി അങ്ങ് മേപ്പോട്ട് പോയി കാണും. പിന്നെ കേരളത്തിലെ ഒരു ജ്യോത്സ്യന്റെ കാര്യം നിങ്ങൾക്ക് അറിയത്തില്ലേ? കേരളത്തിലെ എന്നും പത്രങ്ങളിലെല്ലാം എല്ലാ രാശിയും ശരിയാക്കി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നീളം കുറഞ്ഞ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായി, കഴുത്തിലൊക്കെ ഒരു ഷാളും ഒക്കെ ഇട്ട് സുമുഖനായിട്ടുള്ള ഒരു ജ്യോത്സ്യമുണ്ട്. ഒരു 5-6 കൊല്ലത്തിന് പുള്ളി എന്ന് സജീവമായിരുന്നു. മനോരമയിലായിരുന്നു പുള്ളിയുടെ എഴുതി കൊടുക്കും, കെട്ടി പേര് പറയാൻ പാടില്ലല്ലോ, ശരിയല്ലല്ലോ പുള്ളി. കാരണം നമ്മൾ പുള്ളിയെ പറ്റി പറയാൻ പോകുന്ന അത്ര രസമാണ്. പുള്ളിയുടെ ഭാര്യ ഓട്ടോക്കാരന്റെ കൂടെ അങ്ങ് പോയി, ഒരു മോളുണ്ടായിരുന്നു, മോള് ഓട്ടോക്കാരന്റെ കൂടെ പോയി. ഇത്രയും ഗണിക്കാൻ അറിയാവുന്ന ഈ ഭാര്യ ഓട്ടോക്കാരന്റെ കൂടെ പോകുന്നുള്ള കാര്യം ഒന്ന് ഗണിക്കുമ്പോൾ മനസ്സിലാവത്തില്ല, അല്ലെങ്കിൽ മോൾ ഓട്ടോക്കാരന്റെ കൂടെ പോകുന്നുള്ള കാര്യം ഒന്ന് ഗണിക്കുമ്പോൾ മനസ്സിലായി. ഇതൊരു മഹാ തട്ടിപ്പാണ്. ഇതിന്റെ പുറത്ത് ഞാൻ ഹിന്ദു ആയതുകൊണ്ട് ഇതിന്റെ പുറകില് ഈ ജ്യോത്സ്യത്തിന്റെ പുറകിൽ ഒരു കഥയുണ്ട്. കാരണം ഈ ഹിന്ദു ഈ കഥകളുടെ എല്ലാം പുറകിൽ കൃത്യമായ ഒരു സന്ദേശമുണ്ട്. നമ്മളീ പറയുന്നത് ശരിയായി, ജ്യോത്സ്യത്തിന്റെ ദേവൻ മുരുകനാണ്. അപ്പൊ ഈ മുരുകൻ ആണ് ജ്യോത്സ്യം കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ പുള്ളി വലിയ ജ്യോത്സ്യം. അപ്പൊ മുരുകൻ ഇദ്ദേഹത്തിന്റെ മുറിയിൽ അല്ലെങ്കിൽ ഇദ്ദേഹം ഇരിക്കുന്നിടത്തിരുന്ന് ജ്യോത്സ്യം നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ജ്യോത്സ്യത്തിന് എന്ന് പറയാൻ ദശാംശ കണക്ക് വരെ, വളരെ കുറഞ്ഞ കണക്ക് വരെ കൃത്യമായാലേ ജ്യോത്സ്യം ശരിയാകത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ജ്യോത്സ്യം തെറ്റിപ്പോകും. പറയാൻ മനസ്സിലായി. അപ്പൊ ഇദ്ദേഹം ജ്യോത്സ്യം നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ വന്നു, ശിവൻ വന്നു. നമ്മുടെ വീട്ടിലൊക്കെ അച്ഛൻ വന്നാലും പണ്ടത്തെ കാര്യം അങ്ങനെയല്ലല്ലോ, അച്ഛൻ വന്നാലും അമ്മ വന്നാലും ഒക്കെ ബഹുമാനം കൊണ്ട് അവർ ഇരിക്കാറൊന്നുമില്ല, എണീറ്റ് നിന്ന് തൊഴുതു മണങ്ങി നിൽക്കും. പഴാകി പിള്ളേരുടെ കാര്യം അങ്ങനെയല്ല, എന്നാലും അച്ഛനും അമ്മയോടും ഒക്കെ നമുക്കൊരു ബഹുമാനവും കാര്യമുണ്ട്. അപ്പൊ ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അതിൽ മുഴുകിയിരുന്നത് കൊണ്ട്, മുരുകൻ അതിൽ മുഴുകി ഇരുന്നത് കൊണ്ട് ശിവൻ വന്നത് കണ്ടില്ല. ശിവൻ ഇദ്ദേഹത്തെ ശപിക്കുകയാണ്, നീ എന്തിൽ ശ്രദ്ധിച്ചിരിക്കുന്നു അത് പൂർണ്ണമല്ലാതെ പോകട്ടെ. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? ജ്യോത്സ്യം പൂർണ്ണമല്ല. അപ്പൊ ഇവർക്ക് തെറ്റിയാൽ രക്ഷപ്പെടാനുള്ള ഒരു കഥയായേ ജ്യോത്സ്യം. മനസ്സിലായി? ജ്യോത്സ്യം തെറ്റിയാൽ രക്ഷപ്പെടാൻ. അതുപോലെ തന്നെ വേറെ കഥ ഞാൻ പറഞ്ഞു, എനിക്കറിയാം വേറെ കഥ ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ ഒരു രാജ്യത്ത് രാജാവിന് കുഞ്ഞുണ്ടായി, ഭാര്യ പ്രസവിച്ചു, ഗ്രഹനില കുറിച്ചു. ഇദ്ദേഹം രാജ്യത്തിന്റെ 6-നപ്പുറത്ത് ഒരു അടിയാനൊരു കുഞ്ഞുണ്ടായി. രണ്ടും ഒരേ സമയത്താണ്. അപ്പോൾ അത് ശ്രദ്ധിക്കപ്പെട്ടു. ഒരേ സമയത്താണ് ഈ കുഞ്ഞുങ്ങൾ രണ്ടും ഉണ്ടാവുന്നത്. കുഞ്ഞുങ്ങൾ രണ്ടും ഉണ്ടായി. ഇപ്പോൾ രാജാവ് എന്ന് പറഞ്ഞാൽ അടുത്ത രാജാവ് മരിച്ചു കഴിഞ്ഞാൽ യുവരാജാവ്. അപ്പം മറ്റേദ്ദേഹത്തിന്റെ യോഗം അറിയണ്ടേ? ഇയാളുടെ യോഗം എഴുതി വെച്ചാൽ മൊത്തം ഈ മോദിയുടെ കാര്യം പറഞ്ഞ പോലെ അഖണ്ഡ യോഗം, മറ്റേ യോഗം, മറിച്ച യോഗം, പിന്നെന്തോ ഇല്ലാത്ത യോഗമൊന്നുമില്ല. മറ്റേതിന് യാതൊരു എഴുതാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ യോഗങ്ങളെല്ലാം അദ്ദേഹത്തിനും ഉണ്ടെന്ന് വിചാരിക്കുക. കാരണം രണ്ടും ഒരേ സമയത്താണ് പ്രസവിച്ചത്. പിന്നെന്തോ വ്യത്യാസം എന്തോ? ഒരേ ടൈം ആകുമ്പോൾ ഈ യോഗത്തിലെല്ലാം നാള് ശരിയാണ്, സമയമെല്ലാം ശരിയാണ്, ഈ പറയുന്ന പോലെ 9 ഗ്രഹങ്ങൾ ശരിയാണ്. ഈ പറയുന്ന അവസാനം ഈ മറ്റേദ്ദേഹം രാജാവായി, മറ്റേ ആ പിടിച്ച അടിയാന്റെ മോൻ അച്ഛൻ ചെയ്യുന്ന ജോലി ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. അപ്പോഴത്തേന് ചോദ്യമായി, അപ്പം ഇദ്ദേഹത്തിന്റെ ഗ്രഹനില അദ്ദേഹത്തിന്റെ ഗ്രഹനില ഒന്നല്ലേ? അപ്പം രാജഗുരുവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് അല്ലല്ലോ, അതിനകത്ത് വ്യത്യാസമുണ്ട്. നിങ്ങൾ അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു കൈക്കുമ്പിളിൽ മുല്ലപ്പൂ എടുക്കുന്നു, മുല്ലപ്പൂ മണപ്പിക്കുന്നു. ആ മേപ്പോട്ട് ശ്വാസം എടുക്കുന്ന സമയത്ത് രാജാവിന്റെ മകനുണ്ടായി,
ശ്വാസം വിട്ട സമയത്ത് അടിയാൻ്റെ മോനുണ്ടായി. ഇത്രയും വ്യത്യാസത്തിലാണ് ഈ ജനനം നടന്നിരിക്കുന്നത്. അപ്പോൾ മേപ്പോട്ട് ശ്വാസം എടുക്കുന്നതാണ് ഒരു സുഗന്ധം കിട്ടുന്നത്. അപ്പം താപ്പോട്ട് ശ്വാസം വരുമ്പോൾ ഈ സുഗന്ധം പോയില്ലേ, അപ്പം അതിന്റെ ഫലം നേരെ വിപരീതമായി. എന്താ പറയാൻ നോക്കും, പറയാൻ മനസ്സിലായി. അപ്പം ഇതാണ് ഈ ജാതകത്തിന്റെ ഗുണം. ഞാൻ ഈ പറയുന്ന ബഹുമാനപ്പെട്ട അയാൾ അദ്ദേഹത്തിന്റെ പണി നോക്കി ജീവിച്ചോട്ട്, മനസ്സിലായില്ലേ? ഈ യോഗിയുടെയും മോദിയുടെയും ഒന്നും ജാതകം കുറിക്കാൻ പറ്റിയവരൊന്നും ഇന്ന് ഇന്ത്യയിൽ ഒരു ജ്യോത്സ്യനും ഇല്ല. പിന്നെ എവിടെ നിന്നാൽ പിന്നെ യോഗിയുടെ കൂടെ ഒന്ന് കുറിക്കാൻ പറ, പുള്ളി സന്യാസിയാണല്ലോ, പുള്ളിയുടെ ഗ്രഹത്തിന്റെ കൂടെ ഒന്ന് കുറിക്കാൻ പറ, മനസ്സിലായി? ഞാൻ തമാശ പറഞ്ഞല്ല. അപ്പം അല്ലെങ്കിൽ അമിത്ഷായുടെ ഒക്കെ ഒന്ന് ഒരു ഉമ്മാര് കുറിച്ച് വെച്ച് കാണും, പറഞ്ഞു മനസ്സിലായി? ഇനിയിപ്പം നാടക്കാലത്ത് ഈ എൻ്റെ പൊന്ന് റിച്ചാർഡേ, ഈ കൈനോട്ടം എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ കയ്യെ നോക്കിയിട്ട് എന്ത്, നിങ്ങളൊരു കൈ കൊണ്ടൊരു ഒരുത്തൻ്റെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നക്കാരനായിരിക്കണം. നിങ്ങളുടെ പ്രശ്നം അറിയാതെ ഒരു കുഴപ്പമില്ലാതെ ആനന്ദിച്ച് ചുള്ളിച്ച് എല്ലാം സമ്പൂർണ്ണമായിട്ടുള്ള ഒരുത്തന്നെ എന്തിനാ റോഡിൽ തത്തയും കൊണ്ടിരിക്കുന്നതിൻ്റെ മുമ്പിൽ ചെന്ന് എൻ്റെ പ്രശ്നം പറയുന്നത്? എനിക്ക് സർവ്വ സംവിധാനത്തിൽ കൂടെ നടക്കുക. മാത്രമല്ല ഈ മനുഷ്യണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തോ, ഒന്നെങ്കിൽ സാമ്പത്തിക വിഷയം, അല്ലെങ്കിൽ കുടുംബ വിഷയം, അല്ലെങ്കിൽ മക്കളെ കൊണ്ടുള്ള വിഷയം. ഇത് നമ്മുടെ മുഖത്ത് നോക്കി ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുമ്പോഴേ നമ്മുടെ വർത്തമാനത്തിൽ നിന്ന് മറ്റേ മറിച്ചെന്ന് നോക്കി ഇത് വരും, ഇത് വെച്ചവനും കാര്യം പറയും, അവൻ പൈസ മേടിക്കും. അത് ഈ താഴെ തട്ട് തൊട്ട് കാക്ക ജോലിച്ച നോക്കുന്നവനും ഈ തത്ത ജോലിച്ച നോക്കുന്നവനും കൈ നോക്കുന്നവനും വലിയ ജോലിസിന്റെയും ഒക്കെ പണി ഇതാണ്. അപ്പൊ ഇതൊന്നും കണ്ട് മോദിയുടെ ജാതകം ഒന്നും കണ്ട് നമ്മൾ വിചാരിക്കേണ്ട. മോദിയുടെ ജാതകം അദ്ദേഹം വിചാരിച്ച ജാതകം തന്നെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ അദ്ദേഹം എന്താവണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മുടെ അച്യുതാനന്ദന്റെ കാര്യം അറിയത്തില്ല. അച്യുതാനന്ദ ജാതകം ഒത്തിരിയും പേര് എഴുതിയ കാളസർപ്പം ഏതാണ്ട് ഒരു സർപ്പം ഉണ്ട്, അതിന്റെ ദോഷം ഉണ്ടാകുന്ന ആഗ്രഹിക്കുന്ന, അതായത് ആ ഉദ്ദേശിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ തടസ്സമാണ്. ആ തടസ്സമാണ്. അദ്ദേഹം ആയോ 5 കൊല്ലം എനിക്ക് കാളസർപ്പദോഷം മാറ്റാൻ കിടക്കട്ടെ. അച്യുതാനന്ദന്റെ കാളസർപ്പയോഗം പോലെ ആയിരിക്കും നിങ്ങളുടെ വിചാരിക്കുന്നിടത്തൊക്കെ. അന്ന് ആ ജ്യോത്സ്യൻ എന്നോട് പറഞ്ഞു, ഉദാഹരണം പറഞ്ഞു, അച്യുതാൻ അപ്പൊ ഈ മാറ്റേണ്ട ഒരു പ്രായമുണ്ട്, കാളസർപ്പദോഷം മാറ്റേണ്ട ഒരു പ്രായമുണ്ട്. എന്നോട് പറഞ്ഞു പ്രായം കഴിഞ്ഞു പോയി, അത് ഞാൻ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല, അപ്പൊ എനിക്ക് കല്യാണം ഒക്കെ എന്ന് റെഡിയാകും എന്നറിയാൻ വേണ്ടിട്ട് എന്റെ ഒരു സുഹൃത്ത് കൊണ്ടുപോയതാണ്. നമുക്ക് അങ്ങനെ വിശ്വാസം വേണ്ടല്ലോ, നമുക്ക് പോയി നോക്കാം. അത് കഴിഞ്ഞപ്പോഴത്തെ വീണ്ടും പ്രശ്നമായി ചെന്നപ്പോഴാണ് ഉദാഹരണം പറഞ്ഞു, അച്യുതാനന്ദന് കാളസർപ്പദോഷമുണ്ട്, രജനീകാന്തിനുണ്ട്, സച്ചിൻ ടെണ്ടുൽക്കർക്കുണ്ട്. രജനീകാന്തും സച്ചിൻ ടെണ്ടുൽക്കർ ഈ സമയത്ത് ഇത് മാറ്റി അച്യുതാനന്ദൻ മാറ്റി പുള്ളി കിടന്ന് അനുഭവിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ പുള്ളി കിടന്ന് അനുഭവിക്കണം. ഭയങ്കര അനുഭവമായിരുന്നല്ലോ പുള്ളിയുടെ ജീവിതത്തിൽ. ആദ്യമായി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടും അന്നത്തെ സാഹചര്യം കൊണ്ടും പുള്ളിക്ക് മോശമായ ഒരു ജീവിതം ഉണ്ടായി. കാരണം അത് മിക്കവാറുള്ളവർക്കൊക്കെ ഉണ്ടാവുന്നത്. അദ്ദേഹത്തിന് ഇപ്പൊ 100 വയസ്സുണ്ട്. 100 വയസ്സ് മുമ്പുള്ള ഒരു കാലത്തില് VS അച്യുതാനന്ദനെ പോലുള്ള ഒരാൾ ജനിക്കുന്ന ഒരു ആ കുടുംബത്തിലാണെങ്കിൽ പുള്ളി അനുഭവിക്കേണ്ട അനുഭവമുള്ളൂ. പുള്ളി അന്ന് പിന്നെ ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തായിരുന്നല്ലോ. മാർക്സിസ്റ്റ് പാർട്ടി എന്നതിൽ നക്സലിന്റെ കൂട്ടാ. അയാളെ പിടിച്ചോണ്ട് പോയി ഇടി മേടിച്ചു. അതിനുശേഷം പുള്ളി ഇടപെട്ടിട്ടുള്ള കാര്യങ്ങൾക്കകത്ത് അന്നത്തെ ഗവൺമെന്റ് എതിരെ നിൽക്കുന്ന കാര്യങ്ങളാണ് പുള്ളി ചെയ്യുന്നത്. അപ്പൊ പോലീസിന്റെ കിട്ടിയാൽ ഇടിക്കും. ഇപ്പൊ റിച്ചാർഡ് ജോൺ ഇതിലെ കൂടെ അങ്ങോട്ട് ഇറങ്ങി പോവാ. ഗവൺമെന്റ് ചേരുന്ന പറയുന്ന കാര്യം ചെയ്താൽ പോലീസ് പിടിച്ചോണ്ട് പോയി ഇടിക്കും. അതിന് നിങ്ങളുടെ യോഗം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളിയൊന്നും അങ്ങനെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചായി. അദ്ദേഹം അതിനുശേഷം MLA ആയില്ലയോ? കാളസർപ്പ യോഗം ഒന്നും ആയിട്ടല്ലോ. അതിനുശേഷം പ്രതിപക്ഷ നേതാവല്ലയോ? ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പാർട്ടിയുടെ എത്ര നാൾ പാർട്ടി സെക്രട്ടറി ആയി? ജനങ്ങളുടെ മൊത്തം നേതാവല്ലേ ഇന്നും? കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയില്ലയോ? വലിയ കുഴപ്പത്തിലായിരുന്നു പുള്ളിയില്ലേ? എന്തുവാ ജോണേ ഇതൊക്കെ? അപ്പൊ ഇവന്മാരെ എന്തിനും ഒരു കാരണം കണ്ടുപിടിക്കും. ജീവിക്കാനുള്ള മാർഗം മാത്രമാണ്. നമ്മളൊന്നും കണ്ടു വിചാരിക്കേണ്ട, അവര് ജീവിച്ചോട്ടെ.